ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് ടാർഗറ്റ് ഓഡിയൻസിനെ കുറിച്ചാട്ടോ. ഈ ടാർഗറ്റ് ഓഡിയൻസ് എന്നുള്ളത് നമ്മൾ കേട്ടിട്ട് കുറേ കാലങ്ങളായി. അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ ഇറങ്ങുന്ന ആളുകളൊക്കെ ടാർഗറ്റ് ഓഡിയൻസ് എന്നൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ, അപ്പോൾ നമ്മളതിനെ നിഗ്ലക്റ്റ് ചെയ്ത് കളയും. എന്ത് ടാർഗറ്റ് ഓഡിയൻസ്? കച്ചവടം ചെയ്യുക, കാശ് മേടിക്കുക, ഇതല്ലേ പ്രധാനം എന്നുള്ളതാണ് മിക്ക ആളുകളുടെയും ഒരു ധാരണ. പ്രത്യേകിച്ചും സ്മോൾ ആൻഡ് മീഡിയം ലെവൽ ഓൺടർപ്രണേഴ്സിൻ്റെയൊക്കെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സോപ്പൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ. സാധാരണ ഇതിൽ ചെറിയ രീതിയിൽ ഷോപ്പൊക്കെ ഉണ്ടാക്കി ഇറക്കുന്ന ആൾക്കാർ, അപ്പോൾ അവരായിരിക്കും എന്തോന്ന് ടാർഗറ്റ് ഓഡിയൻസ്. പ്രശ്നമാണ്. ടാർഗറ്റ് ഓഡിയൻസിൽ തന്നെ അതിനെ തീരുമാനിക്കുന്നതിൽ തന്നെ 3-4 തരത്തിലുള്ള ഡിഫറെൻറ്റ് മിസ്റ്റേക്സ് ഉണ്ട്. ആദ്യത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്യാണ് യൂണിവേഴ്സൽ ടാർഗറ്റ് ഓഡിയൻസ് ആണെന്നുള്ളത്. അതായത് എല്ലാവരും എൻ്റെ ടാർഗറ്റ് ആണെന്ന് നമ്മളങ്ങ് അസ്യൂം ചെയ്യും മിക്ക ആളുകളും. ഇപ്പോൾ സോപ്പൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ ഹെർബൽ സോപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, എല്ലാ കാര്യത്തിലും ഇത് ബാധകമാട്ടോ. ഹെർബൽ സോപ്പ് ഉണ്ടാക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് എല്ലാവരും നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസാണ്, എല്ലാവർക്കും കുളിക്കണ്ടേ എന്നുള്ളതൊക്കെയാണ്. ഇപ്പോൾ കുളിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെയായിരിക്കും, ഏത് സോപ്പ് കിട്ടിയാലും കുളിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ എല്ലാവരും അങ്ങനെയാണോ? രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡാറ്റയെ തീരെ നിഗ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡാറ്റയൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഇതൊക്കെ വെറുതെ ചുമ്മാ പറയുന്നതാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ദാറ്റ്സ് ആബ്സല്യൂട്ട്ലി റോങ്. ഇനിയുള്ള കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ ഡാറ്റ അനലിറ്റിക്സിനും ബിഗ് ഡാറ്റയ്ക്കും ഒക്കെ വളരെ പ്രാധാന്യമുണ്ട്. ഇന്ന് വളരെ വലിയ സക്സസ്സിൽ നിൽക്കുന്ന എല്ലാ ബ്രാൻഡുകളും ആ സക്സസ്സിലേക്ക് എത്താനുള്ള കാരണം തന്നെ ഈ ഡാറ്റ അനാലിസിസ് ആണ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലുള്ള നിങ്ങളുടെ ഡാറ്റ അവൈലബിൾ ആണോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയുടെ ഡാറ്റ അവൈലബിൾ ആണോ, നിങ്ങൾ ഏത് മാർക്കറ്റിലേക്കാണോ പോകുന്നത് ആ മാർക്കറ്റിൽ ഉള്ള ഡാറ്റ അവൈലബിൾ ആണോ, ആ ഷോപ്പിൽ എത്ര സോപ്പ് വിറ്റിരുന്നു, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സോപ്പാണ് കൂടുതൽ വിറ്റ് പോയിരുന്നത്, അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ പഠനമെങ്കിലും നടത്താൻ നിങ്ങൾ തുനിഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊരു 100 ഷോപ്പിലാണിത് വെക്കുന്നതെന്ന് വിചാരിക്കുക. ആ 100 ഷോപ്പിലെയും കഴിഞ്ഞ കാലത്തെ പെർഫോമൻസ് അവരോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അവരോട് ചോദിച്ചു മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ? ഇത് പറയുമ്പോൾ തന്നെ ചില ആളുകൾ പറയാം അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തന്നില്ലെങ്കിലോ. 100 ഷോപ്പിൽ ചോദിച്ചാൽ ഒരു 10 ഷോപ്പുകാരെങ്കിലും പറഞ്ഞു തരില്ലേ? അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ മെനക്കെടാതെ ഡാറ്റ എടുക്കാൻ ട്രൈ ചെയ്യാതെ നമ്മളങ്ങ് തീരുമാനത്തിലെത്താൻ ഡാറ്റ കിട്ടില്ല, അല്ലെങ്കിൽ തരുന്ന ഡാറ്റ തെറ്റായിരിക്കും. ആബ്സല്യൂട്ട്ലി റോങ്. കാരണം ഡാറ്റ അറിയാതെ, ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് അറിയാതെ പലപ്പോഴും പ്രൊഡക്റ്റ് ഇറങ്ങുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇറക്കുന്നത് കൊണ്ടാണ് നമുക്ക് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരുന്നത്. അടുത്തത് ഇഗ്നോറിങ് സൈക്കോഗ്രാഫിക് ഫാക്ടേഴ്സ് എന്നുള്ളതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പലപ്പോഴും ഡെമോഗ്രഫിക് ഫാക്ടേഴ്സ് ഫോക്കസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഏജ്, ജെൻഡർ പോലുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ അത്ര ടാഞ്ചിബിൾ അല്ലാത്ത ചില ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ വാല്യൂസ്, അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ ചില ഇൻട്രസ്റ്റുകൾ, ഇത്തരം കാര്യങ്ങളെ പലപ്പോഴും പഠിക്കാൻ നമ്മൾ മെനക്കെടാറില്ല. ചില ആളുകളുടെ ചില വാല്യൂ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ ഹെർബൽ സോപ്പുകൾ ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ എത്രമാത്രമുണ്ട് എന്നുള്ള രീതിയിലൊക്കെയുള്ള പഠനങ്ങളും ഒബ്സർവേഷനും മാർക്കറ്റ് സർവേയും ഒക്കെ വളരെ പ്രധാനമാണ് ഒരു സ്ഥലത്തേക്ക് ഇത്തരത്തിലുള്ളൊരു സോപ്പൊക്കെ ആയിട്ട് ഇറങ്ങുന്ന സമയത്ത്. അപ്പോൾ സൈക്കോഗ്രാഫിക് ഫാക്ടേഴ്സിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും ഈ സോപ്പ് പോലുള്ള കോസ്മെറ്റിക് ഐറ്റംസ് പോലുള്ള സാധനങ്ങളൊക്കെ വിൽക്കുമ്പോൾ. മറ്റുള്ള പല സാധനങ്ങളിലും സൈക്കോഗ്രാഫിക് ഫാക്ടേഴ്സ് പലപ്പോഴും ഈ ഡെമോഗ്രഫിക് ഫാക്ടേഴ്സിനേക്കാൾ പ്രധാനമാണ് എന്നുള്ളതാണ് സത്യം. അടുത്ത ഒരു പ്രശ്നം ഈ ടാർഗറ്റ് ഓഡിയൻസിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ നോട്ട് അഡാപ്റ്റിംഗ് ദ ചേഞ്ചസ് എന്നുള്ളതാണ്. വലിയ മാറ്റങ്ങൾ അവരുടെ കൺസ്യൂമർ ബിഹേവിയറിലൊക്കെ വരുന്നുണ്ടാവും. കാലഘട്ടങ്ങളായിട്ട് ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട്, ഇതേ ടാർഗറ്റ് ഓഡിയൻസ് തന്നെയാണ് ഇനിയും ഉണ്ടാവുക എന്നുള്ള ധാരണയിലൊക്കെയാണ് പല ആൾക്കാരും പ്രൊഡക്റ്റുമായിട്ട് വരുന്നത്. അതൊരു പ്രശ്നമാണ്. കാരണം നമുക്കറിയാം നമ്മുടെ പുതിയ ജനറേഷൻ, ഇപ്പം നമ്മുടെ മക്കൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആയിരിക്കില്ല അവരുടേത്. നമ്മൾ ജീവിച്ച് വളർന്ന സിറ്റുവേഷൻസിലൂടെ അല്ല അവർ വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ പണ്ട് കാലത്ത് ഒരു പക്ഷേ നമ്മളെല്ലാം ചിലപ്പോൾ കുട്ടികളോട് പറയുന്നതായിരിക്കും, ഞാൻ ഇത്ര നമ്മുടെ അച്ഛനമ്മമാർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ഇത്ര കിലോമീറ്റർ നടന്നാണ് സ്കൂളിൽ പോയിട്ടുള്ളത്, നിനക്ക് എന്താ ബുദ്ധിമുട്ട്, തൊട്ടടുത്ത് തന്നെ സ്കൂളായല്ലോ. ഇപ്പോൾ നമ്മൾ അവരോട് പറയുന്നുണ്ടാവും ഒരു പക്ഷേ ക്ലാസ്സിൻ്റെ മുന്നിലേക്ക് തന്നെ വണ്ടി കൊണ്ടുവന്ന് നിന്നെ വിടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ എത്ര പെൻസിൽ മേടിച്ചെന്നോ പേന മേടിച്ചെന്നോ അറിയില്ലല്ലോ, അത്രയധികം മേടിക്കുന്നുണ്ട്, അത്രമാത്രം അവൈലബിലിറ്റി ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടാവും. അത് മാറ്റങ്ങളാണ്. ഓട്ടോമാറ്റിക്കലി അവരുടെ കൺസ്യൂമർ ബിഹേവിയറിൽ, പർച്ചേസ് ബിഹേവിയറിൽ ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും, മാറ്റങ്ങളുണ്ടാവും. ഈ മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റണം. ഇപ്പോൾ സോപ്പിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, സോപ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വലിയ മാറ്റം എന്ന് പറയുന്നത് ലിക്വിഡ് സോപ്സ് വന്നു കഴിഞ്ഞു.
പണ്ടത്തെ പോലെ ഈ സോളിഡ് ആയിട്ടുള്ള സോപ്പ് മാത്രം ഉപയോഗിക്കുന്നവരല്ല. പുതിയ ജനറേഷൻ ലിക്വിഡ് സോപ്പാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അവർക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്ലേവേഴ്സിലൊക്കെ ഇത് വരുന്നുണ്ട്. അപ്പോൾ മാറ്റങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഇപ്പോൾ പണ്ടത്തെ പോലെ തന്നെ ഈ സോളിഡ് സോപ്പ് കൊണ്ടുവന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റിൽ വിറ്റ് പോയില്ല എന്ന് വരാം. അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഒരു വേരിയൻറ്റ് നമ്മൾ കൊണ്ടുവരേണ്ടി വന്നേക്കാം. ഇപ്പോൾ നമ്മൾ ലൈഫ് ബോയും അതുപോലെ ലക്ഷൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ലിക്വിഡ് സോപ്പ് വേരിയൻറ്റ്സ് അവൈലബിൾ ആണ്, പണ്ടത്തേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്ലേവേഴ്സിലൊക്കെ. ആൻഡ് ഫൈനലി കൾച്ചർ സെൻസിറ്റിവിറ്റിയാണ്. കൾച്ചർ സെൻസിറ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് പലതരത്തിലുള്ള കൾച്ചറുകളിലൂടെ പോകുന്ന ആളുകളുണ്ടാവും. പ്രത്യേകിച്ചും ഇന്ത്യ പോലൊരു മാർക്കറ്റിലേക്കൊക്കെ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങുന്ന സമയത്ത് പലതരത്തിലുള്ള കൾച്ചറിലുള്ള ആളുകൾ, പല ഭാഷ സംസാരിക്കുന്നവർ, പല മതത്തിൽപ്പെട്ടവർ, പല ജാതിയിൽപ്പെട്ടവർ, പല കമ്മ്യൂണിറ്റി അഫിലിയേഷനുള്ള ആളുകൾ, ഇവർക്കൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും. ഇവരുടെ കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് കൂടിയായിരിക്കും ഇവരുടെ പ്രിഫറൻസസ് പലതും ഉണ്ടാവുക. ചിലപ്പോൾ നിറങ്ങളിൽ പോലും ആ പ്രിഫറൻസ് ഉണ്ടാകാം. ചില രാജ്യക്കാർക്ക് ചുവപ്പ് ഇഷ്ടമല്ല, ചില രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്ക് പച്ച താല്പര്യമില്ലാത്തവരുണ്ട്, കറുപ്പിനോട് വിമുഖതയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് വേണം നമ്മൾ ചിലപ്പോൾ ഒരു പേരോ നിറമോ അടക്കം തീരുമാനിക്കാൻ. ചില രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ചില വാക്കുകൾക്ക് വലിയ പ്രശ്നമുണ്ട്. പല കാറുകൾക്കുമൊക്കെ പല സ്ഥലങ്ങളിൽ പേര് മാറ്റിയിടേണ്ടത് പോലും വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ രാജ്യത്ത് ചിലപ്പോൾ വളരെ ഒഫെൻസീവായിട്ടുള്ള മീനിങ് ആയിരിക്കും ആ വേർഡിനുള്ളത്. ചുരുക്കി പറഞ്ഞാൽ കൾച്ചർ സെൻസിറ്റിവിറ്റിയും വളരെ പ്രധാനമാണ്. അപ്പോൾ ടാർഗറ്റ് ഓഡിയൻസിനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ലൈറ്റായിട്ടുള്ള പരിപാടിയാണ്, എന്ത് ടാർഗറ്റ് ഓഡിയൻസ് എന്നുള്ളതാണ് പല ആളുകളുടെയും ചിന്ത. പക്ഷേ അവിടുന്ന് തൊട്ടേ ബിസിനസ്സിൽ വളരെ പ്രധാനമായി വളരെ ശക്തമായി ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ആരംഭിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇനി ഒരു പ്രൊഡക്റ്റോ സർവീസോ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ ഏറ്റവും ആദ്യം കൃത്യമായിട്ട് പഠിക്കുക, ഡിഫൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും കണക്ട് ചെയ്യാം ഈ നമ്പറിൽ. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.